മുന്നണികൾ മാറി മാറി വന്നപ്പോഴും ഇക്കഴിഞ്ഞ 10 തവണയും ബീഹാറിന് ഒരേയൊരു മുഖ്യമന്ത്രിയെ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 20 വർഷവും അധികാരത്തിനായുള്ള വടംവലിയിൽ സ്വന്തം കസേര ഉറപ്പിച്ചു നിർത്തിയ നേതാവ്. ചുരുങ്ങിയ കാലം കൊണ്ട് ബീഹാർ രാഷ്ട്രീയത്തിൽ അതികായനായി മാറിയ നിതീഷ് കുമാർ മുഖ്യമന്ത്രി കസേര ഒഴിയുകയാണ്. മുഖ്യമന്ത്രി കസേര BJPക്ക് നൽകിയാണ് നിതീഷ് കുമാറിന്റെ പടിയിറക്കം. എല്ലാം തന്റെ ഇഷ്ടപ്രകാരമാണെന്നും രാജ്യസഭയിൽ അംഗമാകാൻ നേരത്തെയും ആഗ്രഹിച്ചിരുന്നുവെന്നുമാണ് നിതീഷ് കുമാറിന്റെ വിശദീകരണം. ഇന്ന് രാവിലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാറ്റ്നയിലെത്തി നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നിയമസഭയിലെത്തി രാജ്യസഭയിലേക്കുള്ള പത്രിക സമർപ്പിക്കുകയും ചെയ്തു. JDUവിനെ വിഴുങ്ങുമോ BJP? സംസ്ഥാന ഭരണം നഷ്ടപ്പെടുന്നതോടെ JDUവിൽ എന്ത് സംഭവിക്കും? കാണാം RDX റാപ്പ്. മുഖ്യമന്ത്രി പദം രാജിവെച്ച് രാജ്യസഭയിലേക്ക് പോകാനൊരുങ്ങുകയാണ് നിതീഷ് കുമാർ. വാർത്ത പുറത്തുവന്നതോടെ JDUവിനകത്തു നിന്ന് തന്നെ പ്രതിഷേധമാണ് പൊട്ടി. അധികാര കൈമാറ്റത്തിനൊപ്പം സംസ്ഥാന ഭരണം പൂർണ്ണമായും BJPക്ക് വിട്ടു നൽകിയതിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയും പാട്നയിൽ അധികാര കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതായി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചു. ഇനി രാജ്യസഭയിൽ അംഗമാകാനാണ് തീരുമാനമെന്നും നിതീഷ് അറിയിച്ചു. രാജ്യസഭാ പ്രവേശനം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നാണ് നിതീഷ് കുമാറിന്റെ വിശദീകരണം. ബീഹാർ നിയമസഭയിലെ ഇരുസഭകളിലും പ്രവർത്തിച്ചതുപോലെ പാർലമെന്റിലെ ഇരുസഭകളിലും അംഗമാകണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നതായി നിതീഷ് ഇന്ന് എക്സിൽ കുറിച്ചു. നിതീഷ് കുമാറിന് രാജ്യസഭയിൽ സീറ്റ് നൽകുന്നതിനൊപ്പം നിതീഷിന്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും തീരുമാനമായിട്ടുണ്ട്. BJPയിൽ നിന്നും ആരാകും മുഖ്യമന്ത്രിയെന്ന കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിലും ഉപമുഖ്യമന്ത്രിമാരായ വിജയ്കുമാർ സിൻഹ, സമ്രാട് ചൌധരി, കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ് തുടങ്ങിയ പേരുകൾ ഉയർന്നുവരുന്നുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. തീരുമാനത്തിനെതിരെ JDUവിൽ വലിയ പ്രതിഷേധമുണ്ട്. എക്സിലൂടെയുള്ള നിതീഷ് കുമാറിന്റെ പ്രഖ്യാപനം JDU പ്രവർത്തകർ തള്ളുകയാണ് ചെയ്തത്. അവർക്ക് ആകെ ഷോക്കായിരുന്നു അത്. നിതീഷ് കുമാറിന്റെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാവാം എന്നാണ് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ വാദിച്ചത്. തീരുമാനം മാറ്റിയില്ലെങ്കിൽ തുറന്ന പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും JDU പ്രവർത്തകർ അറിയിക്കുന്നുണ്ട്. ജനങ്ങളുടെ താല്പര്യം തള്ളാൻ നിതീഷിനാവില്ല. അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ടെന്നും പ്രവർത്തകർ പറയുന്നു. BJP നിതീഷ് കുമാറിനെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്തെന്നാണ് RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആകില്ല എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞിരുന്നതായും തേജസ്വി പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പറഞ്ഞതാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ജയറാം രമേശ് വിമർശിച്ചു. ജനങ്ങളുടെ വിധിയെ നിതീഷ് കുമാർ വഞ്ചിച്ചെന്ന് CPI-ML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിയായിരുന്നു NDAയുടെ പ്രചാരണം ഉണ്ടായിരുന്നത്. നമുക്ക് ഓർമ്മയുണ്ട്. സഖ്യം 200-ലധികം സീറ്റുകൾ നേടി വിജയിച്ചത് നിതീഷ് മുഖ്യമന്ത്രിയാകും എന്ന പ്രചാരണത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. NDA സഖ്യത്തിൽ BJP 89 സീറ്റും JDU 85 സീറ്റും നേടിയിരുന്നു. ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് 19 സീറ്റ് നേടി. ഈ മുന്നണിയുടെ ഭാഗമായിട്ട് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച 5 സീറ്റും രാഷ്ട്രീയ ലോക് മോർച്ച 4 സീറ്റുകളും നേടിയാണ് ഈ സർക്കാർ വന്നത്. നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യ സഖ്യം വലിയ തോൽവി നേരിട്ടു. ആകെ നേടിയത് 35 സീറ്റുകൾ മാത്രമാണ്. ആ സഖ്യം ആകെ തന്നെ 35 സീറ്റുകൾ മാത്രമാണ്. ജയപ്രകാശ് നാരായണന്റെ സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളിലൂടെയാണ് അദ്ദേഹം നിതീഷ് കുമാർ രാഷ്ട്രീയത്തിലെത്തിയത്. അക്കാലത്ത് ബീഹാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി നേതാവായിരുന്നു നിതീഷ്. അടിയന്തരാവസ്ഥ കാലത്ത് നിതീഷ് കുമാർ 19 മാസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ബീഹാർ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിസിറ്റി എഞ്ചിനീയറായി ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനാകാൻ വേണ്ടിയാണ് നിതീഷ് ആ ജോലി രാജിവെച്ചത്. ചെറുപ്പത്തിൽ തന്നെ 977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹർനത്ത് മണ്ഡലത്തിൽ നിന്നാണ് ആദ്യമായി മത്സരിച്ചത്. പക്ഷേ അവിടെ തോൽക്കുകയായിരുന്നു. 79 ജനതാ പാർട്ടി പിളർന്നപ്പോൾ ലാലുവിനൊപ്പം ലോക്ദളിൻ്റെ ഭാഗമായി. പിന്നീടാണ് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാകുന്നത്. 985 ലോക്ദളിൻ്റെ സ്ഥാനാർത്ഥിയായി ഹർനൌത്ത് മണ്ഡലത്തിൽ നിന്നും ആദ്യ വിജയം 85-ലാണ് ഉണ്ടായത്. മുന്നണി മാറ്റങ്ങളിലും റെക്കോർഡ് നേട്ടം. 12 വർഷത്തിനിടെ മുന്നണി മാറിയത് 4 തവണയാണ്. 4 തവണ 12 വർഷത്തിനിടെ. 9 മാസം ജിതിൻ റാം മാഞ്ചി മുഖ്യമന്ത്രിയായതൊഴിച്ചാൽ 2000 മുതൽ നിതീഷാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രി. 2000 മുതൽ 26 വർഷം. 2000 മുതൽ 2013 വരെ NDAക്കൊപ്പം 2000, 2005, 2010 വർഷങ്ങളിൽ മുഖ്യമന്ത്രിയായി. 2013 ജൂൺ 16 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് മഹാസഖ്യത്തിനൊപ്പം ചേരുകയായിരുന്നു ഒരു ഘട്ടത്തിൽ. 2015 RJDയുമായി സഖ്യമുണ്ടാക്കിയിട്ട് ബീഹാർ മുഖ്യമന്ത്രിയായി. 2017 ലാലു പ്രസാദിനെതിരായ അഴിമതി ആരോപണങ്ങളിൽ പ്രതിഷേധിച്ച് തിരിച്ച് NDA സഖ്യത്തിലേക്ക് പോയി. അവിടെ പിന്നീട് 2022 BJP JDUവിനെ പിളർത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് മഹാസഖ്യത്തിൽ വീണ്ടും 2022 എത്തി. 2024 RJDയുടെ കുടുംബരാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ച് വീണ്ടും NDAക്കൊപ്പം അദ്ദേഹം പോയി. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കളം മാറ്റങ്ങൾ. അങ്ങനെ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും അതികായനായ ആൾ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇന്ന് ആ ഘട്ടത്തിൽ ചർച്ചയുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ മാത്രം പ്രഭയിൽ മുന്നണി വന്നു. പക്ഷേ BJPക്ക് കൂടുതൽ സീറ്റുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ BJP ഈ പാർട്ടിയെ വിഴുങ്ങുമെന്ന് ആ ഘട്ടത്തിലൊക്കെ
ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് ഞാൻ രാജ്യസഭയിലേക്ക് പോവുകയാണ്, ഇത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ബൈറ്റ് കൂടെ കാണാം. നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ പാട്നയിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് പുറത്ത് JDU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ആ ദൃശ്യങ്ങൾ കാണാം. മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് വിട്ടു നൽകിയ തീരുമാനത്തെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും വിമർശിച്ചു. BJP JDUവിനെ ഇല്ലാതാക്കുമെന്ന് 2024 നിതീഷ് കുമാർ മഹാസഖ്യം വിട്ടതു മുതൽ താൻ അദ്ദേഹത്തോട് പറയുന്നുണ്ടെന്ന് തേജസ്വി യാദവ് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് മറുപടിയില്ലായിരുന്നുവെന്നും തേജസ്വി യാദവ് ഓർമ്മിപ്പിച്ചു. 28 जनवरी 2024 में जब हम लोग को छोड़ के गए थे तब उनके पास कोई वाजिब वजह भी नहीं थी कि हम लोगों को क्यों छोड़ा था. उस समय भी हम लोगों ने ये कहा था कि भाई बीजेपी जो है जनता दल यूनाइटेड पार्टी को ख़त्म कर देगी. अब जनता दल यूनाइटेड पार्टी अब बचेगी नहीं. പക്ഷേ അത് സങ്കടകരമായൊരു കാര്യം. ആ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒക്കെ കാര്യം ആലോചിച്ചാൽ വളരെ സങ്കടകരമാണ്. കാരണം അവരുടെ നേതാവ് അവരെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. ആ പാർട്ടി ഇല്ലാതാകും എന്ന സംശയം പോലും ഉണ്ട് ഇപ്പോൾ. അതായത് സ്വന്തം കരിയർ ഇത്രയും ആസൂത്രിതമായി മുന്നോട്ട് കൊണ്ടുപോയ വേറൊരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ കാണില്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ തന്നെയാണ് എല്ലാ കാലത്തും സ്നേഹിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ സാധാരണ ചീത്തപ്പേരല്ലേ ഉണ്ടാവാറ്. പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല. ഒരു തികഞ്ഞ അവസരവാദിയായിരിക്കുമ്പോഴും അദ്ദേഹം സുശാസൻ ബാബു എന്നറിയപ്പെട്ടു. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ചയാൾ എന്നറിയപ്പെടാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിനുണ്ടായി. അതിന് കാരണം വേറൊന്നുമല്ല, അതിനു മുമ്പ് അവിടെ ഭരിച്ചവരോട് അത്രയും ആ ഭരണത്തിലെ കെടുകാര്യസ്ഥത കൊണ്ട് ഇദ്ദേഹത്തിന് സുശാസൻ ബാബു എന്നറിയപ്പെടാൻ കഴിഞ്ഞു. ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന സംസ്ഥാനമല്ല ബീഹാർ എന്നുള്ളത് ഓർക്കണം. അപ്പോൾ എല്ലാ അളവുകളിലും എല്ലാ പാരാമീറ്റേഴ്സിലും ഏറ്റവും മോശം അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന ബീഹാറിൽ, മിക്കവാറും എല്ലായിടത്തും ആ നിലയ്ക്ക് നിലനിൽക്കുന്ന ബീഹാറിൽ സുശാസൻ ബാബു എന്നറിയപ്പെടാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ അതല്ല, ബാക്കി ബീഹാറിൽ അത് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ട് ബീഹാർ വിട്ടാലും അദ്ദേഹം മഹാനായ നേതാവായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായും ഒരു തരത്തിൽ അദ്ദേഹം ആ നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ അദ്ദേഹം എല്ലാ കാലത്തും അവസരവാദിയായിരുന്നു. 4 തവണ മുന്നണി മാറുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സത്യത്തിൽ അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയെടുത്ത ഒരു നേതാവാണ്. അടിയന്തരാവസ്ഥയുടെ ഭാഗമായി പരുവപ്പെട്ടു വന്ന ഒരു നേതാവാണ്. അതിനു മുമ്പ് ഈ റാം മനോഹർ ലോഹ്യയുടെയും ജോർജ് ഫെർണാണ്ടസിൻ്റെയും ഒക്കെ കൂടെ JP പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. 74 മിസ തടവുകാരനായിട്ട് അറസ്റ്റിലാകുന്നു. 75 അടിയന്തരാവസ്ഥയ്ക്ക് പിന്നെയും ജയിലിൽ പോകുന്നു. ആ സമയത്ത് അദ്ദേഹം കരുത്തനായ നേതാവായി വളരുന്നു. ആരൊക്കെയാണ് കൂടെയുള്ളത്? മുലായം സിംഗ് യാദവ് ഉണ്ട്, ലാലു പ്രസാദ് യാദവ് ഉണ്ട്, ഇദ്ദേഹമുണ്ട്, ചന്ദ്രശേഖർ, ഇങ്ങനെ വലിയ നേതാക്കന്മാർ, ഇവരെല്ലാം ചേരുന്ന വലിയൊരു സംവിധാനമല്ലായിരുന്നു ഇവിടുത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം. അതിൻ്റെ ഒരു മുൻനിര നേതാവായി നിന്നിരുന്ന അദ്ദേഹം അവിടുന്ന് കുറച്ച് കാലം കൂടി 98 അദ്ദേഹം വാജ്പേയി മന്ത്രിസഭയിൽ കൽക്കരി റെയിൽ മന്ത്രിയാണ്. അതായത് അപ്പോൾ തന്നെ ആ വാജ്പേയി സർക്കാരിനോട് സഹകരിച്ചു ജോർജ് ഫെർണാണ്ടസിൻ്റെ കൂടെ അദ്ദേഹം സമതാ പാർട്ടി രൂപീകരിക്കുന്നത്. സമതാ പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ആ തുടർച്ചയിൽ സനീഷ് ഓർക്കുന്നുണ്ടാവുമല്ലോ, ജോർജ് ഫെർണാണ്ടസൊക്കെ NDAയുടെ ഭാഗമായി മാറുന്നു. നമ്മൾക്ക് ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. NDAയുടെ ഭാഗമായി ഇവർ സോഷ്യലിസ്റ്റുകൾ നിന്ന നിപ്പിൽ NDAയുടെ ഭാഗമാകുമ്പോൾ നമ്മൾ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നു. അതിൻ്റെ NDA BJPയുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹവും വരുന്നു. പിന്നീട് അദ്ദേഹം 2000 മുഖ്യമന്ത്രിയായതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. ആ കുറച്ച് കാലത്തേക്ക് ഉള്ള ഒരു ചെറിയ മാറ്റം, ജീതൻറാം മഞ്ചിയുടെ കാലത്തുള്ള ചെറിയ ഇതെന്നുള്ള ഒഴിച്ചാൽ, മാറി നിൽക്കേണ്ടതെന്നുള്ള ഒഴിച്ചാൽ, അദ്ദേഹം ബീഹാറിൻ്റെ എല്ലാ കാലത്തെയും മുഖ്യമന്ത്രി എന്ന മട്ടിൽ അങ്ങ് പൊക്കോട്ടിരിക്കുകയായിരുന്നു. 4 നൂറ്റാണ്ട് അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോയി. അതിനുശേഷം അദ്ദേഹം എന്നാൽ ആ ഓരോ ഘട്ടത്തിലും പാർട്ടി എന്നുള്ളത് അണികളാണ് അദ്ദേഹത്തിനുള്ളത്, നേതാക്കന്മാരല്ല. ഇത് മുമ്പ് ജയലളിതയ്ക്കെതിരെ ഈ ആരോപണം ഉണ്ടായിരുന്നു. ജയലളിത ഒരു നേതാവും പിന്നെ മൊത്തം അണികളും എന്നുള്ള മട്ടിൽ ഈ പാർട്ടിയെയും അദ്ദേഹം കൊണ്ടുനടന്നത് അങ്ങനെയാണ്. ഇദ്ദേഹം ഒരു നേതാവ്, അദ്ദേഹത്തിന് കുറേ അണികൾ. ഇദ്ദേഹം കഴിഞ്ഞാൽ ആരാണ് അടുത്ത നേതാവാകുക, ആരാണ് ഈ സർക്കാരിനെ നയിക്കുക എന്നൊക്കെയുള്ള ചർച്ച വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പോയ ഒരു IAS ഉദ്യോഗസ്ഥൻ അവിടെ ചെന്നിട്ട്
അവിടുത്തെ IAS ഉദ്യോഗം രാജിവെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ആളെ ആക്കാം എന്നുള്ളതായിരുന്നു അവിടുത്തെ ആലോചന. അതായത് പ്രാദേശികമായി ഒരു കൊള്ളാവുന്ന നേതാവിനെ വളർത്തിക്കൊണ്ടു വന്നിട്ടില്ല അദ്ദേഹം. അതുകൊണ്ടാണല്ലോ സനീഷ് ഇപ്പോൾ ആ പാർട്ടിയെ ഉപേക്ഷിച്ച് പോകുന്നു എന്ന് മുറവിളി കൂട്ടാൻ ആ പ്രവർത്തകർ വന്ന് നിൽക്കുന്നത്. അതല്ലാത്ത ഒരു സാഹചര്യം അവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹം ഇട്ടിട്ട് പോവുകയാണ്. അദ്ദേഹത്തിന് ഇത് മതിയായി. ഇനി ഉള്ള ശിഷ്ടകാലം ഡൽഹിയിൽ വിശ്രമ ജീവിതം എന്ന മട്ടിൽ ചിലർ ഗവർണർമാരായിട്ടൊക്കെ പോകാറില്ലേ, ആ മട്ടിൽ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനപ്പുറത്ത് സമാന്തരമായി നടക്കുന്നത് എന്താ? BJPയുടെ വളരെ സൂക്ഷ്മമായ ആസൂത്രണമാണ്. BJPക്ക് ഇദ്ദേഹത്തിൻ്റെ സഹായമില്ലാതെ BJPക്ക് അവിടേക്ക് കടന്നു കയറാനും പറ്റില്ലായിരുന്നു, അവിടെ വന്ന് സർക്കാർ രൂപീകരിച്ച് നിലനിന്ന് പോകാനും പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താണ്? അദ്ദേഹത്തിന് അവിടേക്ക് BJPക്ക് അവിടെ ഘട്ടം ഘട്ടമായി അവിടെ ചുവട് ഉറപ്പിക്കാൻ കഴിഞ്ഞു. അവിടെ ഇപ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഭാഗമാണ് BJP. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യമായി ബീഹാറിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി ഒരു BJP നേതാവ് വരും എന്നതിലേക്ക് ഏതാണ്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഈ RJD ഒക്കെ നിരന്തരം ആരോപിച്ചുകൊണ്ടിരുന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് വാസ്തവം. അതായത് ഇത് BJPയെ ഒന്നാമത്തെ പാർട്ടിയാക്കി വളർത്തുന്നത്, ആ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹമാണ് എന്നുള്ളതായിരുന്നു അവരുടെ ആരോപണം. ഏതാണ്ട് അതിലേക്കെത്തി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ BJP മുഖ്യമന്ത്രി ഉണ്ടാവും, 2 ഉപമുഖ്യമന്ത്രിമാരെ RJDക്ക് കിട്ടും എന്നുള്ളതാണ്. അതാരൊക്കെ ആയിരിക്കും? RJDക്കല്ല, ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് JDUവിന് കിട്ടും എന്നുള്ളതുമാണ് പുറത്തു വരുന്ന വാർത്ത. അതങ്ങനെ ഇല്ലാതായി തീരാനുള്ള ഒരു സാധ്യതയാണ് ഞാനും കാണുന്നത്. അത് തന്നെയാണ് കറക്റ്റ്. അത് ആ പാർട്ടി ഇല്ലാതായിട്ട് BJPയും അപ്പുറത്തുള്ള ആളുകളും എന്ന മട്ടിലേക്ക് ബീഹാറിലെ രാഷ്ട്രീയം മാറും എന്ന് ഇപ്പോഴത്തെ കാര്യങ്ങൾ വെച്ച് വേണമെങ്കിൽ കാണാവുന്നതേ ഉള്ളൂ. കാരണം ഇദ്ദേഹം ഇല്ലാതെ JDU നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പം നിഷാന്ത് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഉപമുഖ്യമന്ത്രി ആവുക എന്നാണല്ലോ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. നിഷാന്ത് കുമാർ 51 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ അവിവാഹിതനായ മകനാണ്. അപ്പോൾ ഒരു തരത്തിലും രാഷ്ട്രീയമായിട്ട് ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിൽ ഓഫീസ് എന്തെങ്കിലും ഒരു പദവിയൊന്നും ഉണ്ടായിരുന്ന എന്തെങ്കിലും രാഷ്ട്രീയ കാര്യത്തിൽ വലിയ പരിചയമൊന്നുള്ള ആളല്ല. ഇദ്ദേഹത്തിനൊപ്പം ഒക്കേഷണലി പലയിടങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ടാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് മറ്റൊരു രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നാലെയുള്ള 3-4 നേതാക്കളെ നമുക്ക് കാണാനില്ല, ഏതായാലും കാണാനില്ല. ഒന്ന് വേറെ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. പക്ഷേ ഈ മകന് ഇത് അദ്ദേഹം കൊണ്ടുപോയതുപോലെ പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് നോക്കിയാൽ നമുക്കറിയില്ല. കാരണം അയാൾ അങ്ങനെ ഈ പൊതു രംഗത്തുണ്ടായിരുന്ന ആളല്ല. BJP JDU കൂടെ അവിടുന്ന് വളർന്നു കൊള്ളട്ടെ ആവുന്നത് പോലെ എന്ന് വിചാരിക്കില്ലല്ലോ BJP. സ്വാഭാവികമായിട്ടും BJPക്ക് അവരുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ഒരു അവസരമാണ്. സ്വാഭാവികമായിട്ടും JDU ഇല്ലാതായി പോകട്ടെ, അവരവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് വരട്ടെ. അവർക്ക് ഇത്തവണ ആ കാര്യം അങ്ങനെ തീരുമാനിക്കാനും ആലോചിക്കാനും കാരണങ്ങളുണ്ട്. കാരണം അവരുടെ മുന്നണിയിൽ അവർ തന്നെയാണ് മുന്നിൽ. പക്ഷേ നിതീഷ് കുമാറിൻ്റെ മുഖത്തിന് അത്രമാത്രം പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ട് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയെന്നേ ഉള്ളൂ. കാരണം 85 സീറ്റ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും 89 സീറ്റാണ് BJPക്ക് ഉള്ളത്. അപ്പോൾ BJP അതൊരു ചെറിയ സൗമനസ്യം കാണിച്ചു. അപ്പോൾ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാകും, കുറച്ച് കഴിയുമ്പോഴേക്ക് ഒരു ഡീസൻ്റായിട്ടുള്ള എക്സിറ്റ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഇവിടെ മനസ്സിലാക്കാം. JDU എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ ഈ പറയുന്ന ഓറിയൊന്നും ഇല്ലാത്തതുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടും ആ നിലക്കത് JDU ഒന്നും ഇല്ലാതായി പോകാനാണ് സാധ്യത. BJP ഒന്നാം കക്ഷിയും പിന്നെ മറ്റുള്ളവരുടെ പാർട്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ബീഹാർ അപ്പാടെ തന്നെ മാറുമോ എന്നതാണ് നമുക്കിനി നോക്കാനുള്ളത്. അധികാരം മനുഷ്യനെ മത്തുപിടിപ്പിക്കും എന്ന പോലെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാട്ടക്കാരനായി മാറിയ നേതാവാണ് നിതീഷ് കുമാർ. നിന്ന നിൽപ്പിൽ മുന്നണി മാറാം എന്നതാണ് നിതീഷ് കുമാറിൻ്റെ പ്രത്യേകത. അങ്ങനെ നിന്ന നിൽപ്പിൽ മുന്നണി മാറുമ്പോഴും ഇക്കഴിഞ്ഞ 20 വർഷത്തോളം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി കസേര നിതീഷ് കുമാറിൻ്റെ കരങ്ങളിൽ ഭദ്രമായിരുന്നു. അത്രമേൽ ഭദ്രമായി സൂക്ഷിച്ച മുഖ്യമന്ത്രി പദമാണ് ഒടുവിൽ BJPക്ക് വിട്ടുകൊടുക്കുന്നത് നാം ഇന്ന് കാണുന്നത്. 20 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി മാറുമ്പോൾ ബീഹാറിൽ സംഭവിക്കുന്നത് കേവല അധികാര കൈമാറ്റം മാത്രമാകില്ല, മറിച്ച് ഇക്കാലം അത്രയും BJP ആഗ്രഹിച്ച സംസ്ഥാന ഭരണം എന്ന നേട്ടത്തിലേക്ക് അവരെ എത്തിക്കുകയാണ് നിതീഷ് കുമാർ ചെയ്തിരിക്കുന്നത്. അത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത്. രാജി സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് നിതീഷ് കുമാർ പറയുമ്പോഴും സ്വന്തം പാർട്ടിയിലെ അണികൾ പോലും അത് വിശ്വസിച്ചിട്ടില്ല. നിതീഷ് കുമാറിന് സമ്മർദ്ദമുണ്ടായെന്ന് JDU പ്രവർത്തകർ തന്നെ പറയുന്നു. മകനെ ഉപമുഖ്യമന്ത്രിയാക്കിയാലും ഇനി ആ ഭരണത്തിൽ JDUവിന് എത്രമാത്രം സ്വാധീനമുണ്ടാകുമെന്നും കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഒരു BJP മുഖ്യമന്ത്രി വരാൻ പോകുന്നു. നിതീഷ് കുമാർ അടക്കി ഭരിച്ച ബീഹാർ രാഷ്ട്രീയത്തിൽ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.